ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹേഷ് പോലീസുകാരെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാഷിനോട് പറഞ്ഞിട്ട്, വാ മാഷേ വണ്ടി കയറുന്ന പറഞ്ഞിട്ട് മാഷിനെ വണ്ടിയിലേക്ക് കയറ്റുവാണ്. മാഷ് ചോദിക്കുന്നുണ്ട്, എന്തായി മഹേഷ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണെന്ന് ഉറപ്പല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു അറസ്റ്റ് ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ വീട്ടിലുള്ളവർക്ക് എന്തു പറയൂ എന്ന് പറയുമ്പോഴേക്കും, മാഷേ നമ്മളിപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വീട്ടുകാരെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ മോളെ ഇന്ന് തന്നെ ഇറക്കാൻ പറ്റും മഹേഷ്, ഇറക്കാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാളെ എങ്ങാനും കോടതി കൊണ്ടുകൊണ്ട് വരുന്ന കേസാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കട്ടെ, കുഴപ്പമില്ല. കല്യാണം കുറച്ച് നീട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ്. മഹേഷ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ കല്യാണം എന്തായാലും മുടങ്ങില്ല മാഷേ, എന്തൊക്കെ സംഭവിച്ചാലും കല്യാണം നീട്ടി വെക്കേണ്ടി വന്നാലും ഞാൻ ഇഷിതനെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയാണ്. മാഷിന് സമാധാനമാവാണ്. മാഷ് പറഞ്ഞിട്ട് ഈ കല്യാണം അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ പ്രിയാമണിക്ക് അത് സഹിക്കില്ല, പ്രിയാമണി തളർന്നു പോകും. ഞാൻ പറഞ്ഞില്ല മാഷി, ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ട് വീട്ടുകാരെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് മഹേഷ് പറയാട്ടോ. അതേസമയം വീട്ടിലാണെങ്കിൽ പ്രിയാമണി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിനെയാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് രണ്ട് ഉള്ളി കഷ്ണമാക്കിയിട്ട് ഉള്ളിയൊക്കെ കണ്ണിലൊക്കെ തേച്ചിട്ട്, അയ്യോ പ്രിയാമണി നമ്മുടെ കൊച്ചേ, അയ്യോ അവളെ ഈ അവസ്ഥ വന്നല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാഷ് വരുമ്പോഴേക്കും, മാഷേ മാഷേ നമ്മുടെ മോള് വന്നു മാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണി മാഷിൻ്റെ അടുത്തേക്ക് പോവാണ്. എവിടെ എവിടെ മോൾ എവിടെ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറന്ന് പുറത്തൊക്കെ നോക്കുന്നുണ്ട്. അയ്യോ മാഷേ കൊണ്ടുവന്നില്ല നമ്മുടെ മോളെ, അവൾ എന്താ മാഷ് കൊണ്ടുവരാത്തത് എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട്, പ്രിയാമണി താൻ വിഷമിക്കാതിരിക്കടോ, ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ നടന്ന അറസ്റ്റാണ്, തെറ്റിദ്ധാരണ ഉടനെ മാറും, അവളിപ്പോൾ ഉടനെ തന്നെ കൊണ്ടുവരും എന്ന് പറയാണ്. ആ സമയത്ത് മനസ്സിലിങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കട്ടും, വരും വരും അവൾ വന്നത് തന്നെ എന്ന രീതിയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ മഹേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായിട മോനെ എന്ന് നമ്മുടെ രാമൻ ചോദിക്കുമ്പോഴേക്കും, വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുക, ഇഷ്ടത്തിന് പുറത്തിറക്കാത്ത വിധം വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട്. എന്ത് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്, എന്താ സംഭവം എന്നൊക്കെ സ്വപ്നവേല ചോദിക്കുമ്പോൾ, അവരുടെ ഹോസ്പിറ്റലിൽ ഒരു കുട്ടീനെ അഡ്മിറ്റ് ചെയ്തായിരുന്നു. ആതിര കോമ സ്റ്റേജിൽ അഡ്മിറ്റ് ചെയ്തത്. അവരുടെ അമ്മ അച്ഛനെന്ന് പറഞ്ഞിട്ട് രണ്ടുപേര് വന്നായിരുന്നു. അവരുടെ ബലത്തിൽ മേലെ ഇഷിത ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അവരുടെ അമ്മ അച്ഛനും അല്ല, യഥാർത്ഥ അമ്മ അച്ഛനും വന്നത്. മാത്രമല്ല ആ പെൺകുട്ടി ഇപ്പോഴും കോമ സ്റ്റേജിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷിതയുടെ പേരിൽ കൊലക്കുറ്റത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത് പറയുമ്പോൾ, അയ്യോ കൊലക്കുറ്റത്തിനോ, എടാ മോനെ, അവളെ കല്യാണം കഴിച്ചാലും കൊലക്കുറ്റത്തിനുള്ള കേസ് നിലനിൽക്കില്ലേ, നീ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ, വേണ്ടടാ നമുക്ക് ഈ വിവാഹം വേണ്ട എന്ന് നമ്മുടെ സ്വപ്നവല്ലി പറയാണ്. അതെ അതെ, വിവാഹം വേണ്ട എന്ന് മഞ്ജുമയും പറയുമ്പോൾ തന്നെ ആർദ്ര പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വലുതൊക്കെ സംഭവിക്കുമായിരുന്നോ എന്ന് നമ്മുടെ ആർദ്രയും പറയൂ കേട്ടോ. ആ സമയത്ത് മഹേഷ് പറഞ്ഞു, കഴിഞ്ഞോ എല്ലാവരുടെയും പറഞ്ഞു കഴിഞ്ഞോ, എങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ആർക്കൊക്കെ ഈ വിവാഹം നടക്കരുതെന്ന് താല്പര്യമുണ്ട് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയുന്നുണ്ട്, വിവാഹം നടക്കണ്ട എന്ന് പറയാണ്. മഞ്ജുമയും പറയുന്നുണ്ട്, വിവാഹം നടക്കണ്ട എന്ന് പറയുമ്പോൾ മഞ്ജുമയുടെ ഭർത്താവും, എനിക്കെന്തായാലും കുഴപ്പമില്ല എന്നേ പറയാം കേട്ടോ. ആ സമയത്ത് രാമൻ പറയുന്നുണ്ട്, മോനെ വിവാഹം വേണ്ടെന്നൊക്കെ വെക്കണോ, ഇഷിത ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവലി പറയണ്ട, അല്ലെങ്കിലും രാമന് അവളെ പുകഴ്ത്തുന്ന പരിപാടി കുറച്ച് കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഇഷിത എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്, അവളൊരിക്കലും ഞാൻ കൈവിടില്ല, അവളെ തന്നെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ, എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറയാട്ടോ മഹേഷ്. അത് കേൾക്കുമ്പോഴേക്കും രാമന് സമാധാനമുണ്ട്. അതിനുശേഷം മഹേഷ് പറയേണ്ടത്, അതെ ഈ വിവാഹം നടന്നില്ലെങ്കിലും ഇഷിത വരുമ്പോൾ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തോളാം എന്നൊക്കെ മഹേഷ് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. അതിനുശേഷം ഇഷിതനെ പോലീസുകാർ വിളിക്കുന്നുണ്ട്. എസ് ഐ ചോദിക്കുന്നുണ്ട്, എസ് ഐ പറയുന്നുണ്ട് ഇഷിത ഇരിക്കുന്നു പറയാണ്. അതിനുശേഷം ഇഷിതയുടെ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്ത് വകുപ്പുകളാണ് ഇഷിതയുടെ പേര് ചുമത്തിയേക്കണമെന്ന് ഇഷിതക്ക് അറിയാവോ? ശരിക്കും പറഞ്ഞാൽ ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ വകുപ്പുകളൊക്കെ പറയണമെന്നാണ്, പക്ഷേ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല. 307 കൊലക്കുറ്റം, അതിന് പുറമെ 128 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബോധപൂർവം ഒരു രോഗിയെ കിടപ്പിലാക്കി, അതിന് പുറമെ മോട്ടോർ വാഹന റൂളുകൾ തെറ്റിച്ച് അൻസാർ എന്ന് പറഞ്ഞ മന്ത്രീനെ റോട്ടിൽ തടഞ്ഞു നിർത്തി എന്ന് പറയുമ്പോഴേക്കും മോട്ടോർ വാഹന വകുപ്പ് അത് മാത്രം പറഞ്ഞാൽ പോരെ, അത് ഞാനല്ല തെറ്റിച്ചത്, അൻസാർ എന്ന് പറഞ്ഞ ആ മന്ത്രിയാണ് തെറ്റിച്ചത്, അതാണ് യഥാർത്ഥ കാരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം, ബാക്കിയൊക്കെ അതിന് പുറകിൽ വെറുതെ ഇട്ട ഓരോ കാരണങ്ങളല്ലേ എന്ന് പറയാണ്. ഡോക്ടർ എന്തിനാണ് ഈ ബലം പിടിക്കുന്നത്, ഡോക്ടറുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മന്ത്രി അൻസാരിക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അതിന് എൻ്റെ കയ്യിൽ തെളിവുകൾക്ക് ഉണ്ടെന്ന് സാറിനോട് ആരാ പറഞ്ഞത് എന്ന് ഇഷിത ചോദിക്കുമ്പോൾ, വിജിലൻസ് എന്ന് എസ് ഐ മറുപടി പറയാണ്. ഇഷിത പറയുന്നുണ്ട്, ആഹാ വിജിലൻസ് ആണ് ഇത് കണ്ടുപിടിച്ചത്, എന്നൊരു കാര്യം ചെയ്യും, വിജിലൻസ് എടുത്ത് പോയി അന്വേഷിക്കാൻ പറ, എൻ്റെ വീട്ടിലും എൻ്റെ ഹോസ്പിറ്റലിലും എല്ലായിടത്തും അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അവർ ആ തെളിവുകൾ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോയിക്കോട്ടെ, അതല്ലേ ഹീറോയിസം, അല്ലാതെ എന്നോട് തെളിവുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്യണത് അത്ര ഹീറോയിസം ആണോ? പിന്നെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ കയ്യിൽ ശരിക്കും തെളിവുകളൊന്നും തന്നെയില്ല, ഞാനത് വെറുതെ പറഞ്ഞതാണ്, ശോഭ എനിക്കൊരു തെളിവും കൈമാറിയിട്ടില്ല, നിങ്ങൾക്ക് തെളിവ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോയിട്ട്
നേരെ ലോക്കപ്പിലേക്ക് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ എസ് ആണെങ്കിൽ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി തന്നെ മഹേഷ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ശേഷം എസ് എടുത്ത് പറയുന്നുണ്ട്, അതെ നിങ്ങൾ പറഞ്ഞില്ലേ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഇന്ന് നാളെ നേരം വിളിക്കുന്ന മുമ്പ് തന്നെ ഇഷ്ടനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കൊള്ളാൻ, നാളെ നേരം വിളിക്കാനൊന്നും കാത്തിരിക്കുന്നില്ല, ഞാൻ എൻ്റെ പെണ്ണിനെ അതെ ഈ സെക്കൻഡ് കൊണ്ടുപോകാൻ പോവാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതിന് ശേഷം കയ്യിലൊരു പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. വെല്ലുവിളിച്ചതിന് ശേഷം ആ പേപ്പറോടെ വലിച്ചെറിഞ്ഞിട്ട് ഇഷിതനെ ലോക്കപ്പിൽ നിന്ന് ലോക്കപ്പും തുറന്നിട്ട് ഇഷിതനെ ലോക്കപ്പിൽ നിന്ന് വലിച്ചു കൊണ്ടുവരാട്ടോ. എന്താ മഹേഷ് കാണിക്കണമെന്ന് പറയുമ്പോൾ താൻ മിണ്ടല്ലേ, തന്നെ ഞാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് മഹേഷ് വലിച്ചഴച്ച് കാറിലേക്ക് കയറ്റുകയാണ്. അതിനുശേഷം കുറച്ച് ദൂരെ യാത്ര ചെയ്യുമ്പോഴേക്കും മഹേഷിനോട് ഇഷിത നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ തൻ്റെ അങ്കലാപ്പ് ഇതുവരെ തീർന്നില്ലേ, തനിക്കൊന്നും മനസ്സിലായില്ലേ? ഇല്ല, മഹേഷ് എങ്ങനെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്? അതൊക്കെ ഉണ്ട്, ശരിക്കും ആലോചിക്ക്, ശരിക്കും ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്ക്, അപ്പം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഇഷിതടുത്ത് മറുപടി പറയുകയാണ് മഹേഷ്. അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മഹേഷ് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് ഇഷിതയുടെ ഫ്ലാറ്റിലേക്കായിട്ട് വരുന്നത്. അപ്പോഴേക്കും പ്രിയാമണി മാഷൊക്കെ വരുന്നുണ്ട്. എന്തായി മോനെ, എന്തായി കാര്യങ്ങൾ, മോളെ ഇറക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആയോ? എൻ്റെ മോളെ കൊണ്ടുവരുമോ മഹേഷ് എന്നൊക്കെ പ്രിയാമണി ചോദിക്കുകയാണ്. എൻ്റെ മോളെ കൊണ്ടുവരുമോ മഹേഷ് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷ് പതുക്കെ ഡോറിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇഷിത വരുന്ന കാണുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ട് ഞെട്ടിപ്പോകുക കേട്ടോ. മോളെ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മാഷ് പറയുന്നുണ്ട്, പ്രിയാമണി എല്ലാവർക്കും ഫുഡൊക്കെ എടുക്ക്, നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് കേട്ടോ എന്നൊക്കെ പറയുകയാണ്. മഹേഷിൻ്റെ ഒരുപാട് നന്ദി ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കിടയിൽ എന്തിനാ മാഷ് ഫോർമാലിറ്റി, ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലായിടത്തും സമാധാനിപ്പിക്കട്ടെ എന്ന് പറയുകയാണ്. ശേഷം മഹേഷിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മഹേഷ് എല്ലാത്തും പറയണ്ട, അതെ ഇഷിതൻ ഇറക്കി കേട്ടോ, ഇനി ആരും ഒന്നും പേടിക്കണ്ട, ഹൽദിയും കല്യാണമൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാവാണ്. മഹേഷ് ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വപ്നോട് ചോദിക്കണം, മോനെ നിനക്ക് ഫുഡ് വേണ്ടമ്മേ, എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മഹേഷ് കിടക്കാൻ രാമന് വേണ്ട, എനിക്കൊന്ന് കിടക്കണം, നാളെ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്ന് പറയാണ്. ശേഷം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ മനസ്സിന് രാവിലെ തന്നെ നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് പോയിരിക്കാട്ടോ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു, അവളെങ്ങനെ പുറത്തേക്ക് വന്നെന്ന് പറയുമ്പോൾ എങ്ങനെ വരാൻ, ആഭ്യന്തരമന്ത്രിയുടെ എന്തോ ഒരു ശുപാർശ കൊണ്ടിട്ട് അവൻ അവിടെ വന്ന് കളിച്ചത്. എന്തായാലും അൻസാരിദാസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അയാളെന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് ആകാശം പറയാണ്. അപ്പോഴേക്കും എസ് അങ്ങോട്ടേക്ക് വരുവാണ് ബൈക്കിന്. ഇതെന്താ സാറേ ബൈക്കിന് വരുന്നത് എന്ന് ആകാശം ചോദിക്കുമ്പോൾ അത് ഗൂഢാലോചന നടത്തുമ്പോൾ പോലീസിനെ കൊണ്ടുവരാൻ പാടല്ലോ, അതുകൊണ്ട് വന്നതാണ് ബൈക്കിനെന്ന് പറയാണ്. അപ്പോൾ തന്നെ മന്ത്രിയും വരുന്നുണ്ട്, വിനോദും എല്ലാവരും ഉണ്ട് കേട്ടോ. മന്ത്രി പറയണം, എന്നാൽ അവൾ എങ്ങനെ രക്ഷപ്പെട്ടു, എൻ്റെ ആരോഗ്യ വകുപ്പിനേക്കാളും വലുതാണോ ആഭ്യന്തര വകുപ്പ് എന്നൊക്കെ പറയാണ്. എന്നാലും അവൾ രക്ഷപ്പെട്ടത് വല്ലാതെ ഇതായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവളെ കെട്ടാൻ പോകുന്നവൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്ന് പറയണം. എന്നാലും അവളെയും പിടിച്ച് ജയിലിടണം, അതാണ് വേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിനോദ് എന്തൊക്കെ ഇരുന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ഉറപ്പാണ്, നാളെ നമ്മുടെ വിനോദ് സത്യങ്ങളൊക്കെ അറിയും. ഇഷിത എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വന്തം ഏടത്തിയാണെന്നും അതുപോലെ തന്നെ ഇഷിതനെ മറ്റേ ഹൽദിയുടെ ചടങ്ങിനിടെ ഇഷിതനെ എന്താണ് കൂട്ടിക്കൊണ്ടുപോകാൻ പോയ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ വിനോദ് തന്നെയായിരിക്കും ഇഷിതനെ രക്ഷപ്പെടുത്തുന്നത്. എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ വിനോദ് നോക്കിക്കോളും. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.